ശ്രീ പി ചിത്തരഞ്ജൻ, അതായത് ചില നിബന്ധനകളൊക്കെ അവിടെ ഉണ്ട്. ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്ന വി.ഡി. സതീശനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അവിടെ മുഖ്യമന്ത്രി കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ എന്ത് നിലപാടെടുക്കണമെന്നുള്ള തീരുമാനം വരാൻ പോകുന്നു എന്നിടത്തേക്കൊരു ചർച്ച. സർക്കാർ ഈ ചർച്ചയെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? പ്രതിപക്ഷത്തോട് എന്തുദ്ദേശത്തിലാണ് പ്രതിപക്ഷത്തെ നേതാവിനെയും ഉപനേതാവിനെയും തിങ്കളാഴ്ച വിളിച്ചിരിക്കുന്നത്? ആദ്യമായി പറയട്ടെ, മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന അത് മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പരിണിതപ്രജ്ഞനായിട്ടുള്ള ഉപനേതാവ് ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നു എന്ന് കേൾക്കുന്നു. അത് സന്തോഷകരമാണ്, അത് അഭിനന്ദനാർഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പരിമിതികളുമുണ്ട്. ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവരങ്ങോട്ട് ചെല്ലുകയാണെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. എന്തുകൊണ്ടാണ്? അന്നന്ന് നമ്മുടെ നാട്ടിലെ കൃത്യമായ എല്ലാ പിക്ചറും ഇന്ന് കിട്ടുന്ന കാലമാണ്. ഏത് സൈറ്റ് പരിശോധിച്ചാലും എല്ലാ കാര്യങ്ങളും കിട്ടും. എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി നടക്കാൻ പോകുന്ന ചർച്ചയുമല്ല ഇത്. കേരളത്തിലെ നിയമസഭ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനുള്ളിൽ 3 തവണയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചെല്ലാം അത് അടിയന്തര പ്രമേയമായി, അല്ലെങ്കിൽ അത് സബ്മിഷനായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ സഭയിലെ പ്രത്യേക പ്രസംഗമായി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറേ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞങ്ങളങ്ങ് പോവുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ട് ഞങ്ങൾ പറയാം എന്നൊക്കെ ശ്രീകുമാർ സാറിനെ പോലെയുള്ള ഒരു സീനിയറായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകനോ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം മറ്റൊരു കാഴ്ചപ്പാടിൽ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കും. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടിയല്ലേ സംസാരിക്കുന്നത്. ലാൽ അതിന് വേറൊരു വ്യാഖ്യാനമേ കൊടുക്കണ്ട. അതൊക്കെ നല്ല ബഹുമാനത്തോടെ അവരൊക്കെ ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മുടെ പ്രതിപക്ഷം പൊതുവായി എടുത്തു വന്ന ഒരു സമീപനമുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. അത് പ്രത്യേകിച്ച് ബഹുമാന്യനായിട്ടുള്ള KPCCയുടെ പ്രസിഡൻ്റായി ശ്രീ കെ സുധാകരൻ വന്നതിന് ശേഷം അദ്ദേഹം കണ്ണൂർ DCC പ്രസിഡൻ്റായിരുന്നപ്പോൾ കാണുന്ന രാഷ്ട്രീയമാണ് KPCCയുടെ പ്രസിഡൻ്റായപ്പോഴും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. അതൊരു മാർക്സിസ്റ്റ് വിരുദ്ധതയുടെയും അതൊരു അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ UDF LDF വിരുദ്ധതയുടെയും ഒരു വർത്തമാനവും സ്വരവുമാണ്. അതെപ്പോഴും നമുക്ക് ആവശ്യമില്ല. കാരണം കേരളത്തിൽ യോജിച്ച് നിൽക്കേണ്ട പ്രശ്നങ്ങളിൽ യോജിച്ച് തന്നെ പോകണം. ഞാനിവിടെ എല്ലാ ബഹുമാനത്തോടു കൂടെ ശ്രീകുമാർ സാറിനോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് 19 പേരെ ആദ്യം തിരഞ്ഞെടുത്തത് UDF. അതിൽ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനം അനുസരിച്ച് ഒരാൾ മാറി, ബാക്കി 18 UDFൻ്റെ എംപിമാരാണ്. ഈ 18 എംപിമാർ ഇനി 3-4 മാസമുണ്ടല്ലോ. ഈ കേരളത്തിൻ്റെ ഏതെല്ലാം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ കേരളത്തിൻ്റെ ഏത് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് പാർലമെൻറ്റിനകത്തൊന്ന് അടരാടിയത് എന്ന് അങ്ങേക്കൊന്ന് പറയാമോ? എന്ന് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്തുന്നു. ശ്രീനിവാസ് സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു GSTയുമായി ബന്ധപ്പെട്ടതിൻ്റെ കണക്ക് കൊടുത്തില്ല എന്ന് പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഗവൺമെൻറ് കണക്ക് കൊടുത്തു, കാശ് കൊടുത്തു. എവിടെ കൊടുത്തു? കാശ് എവിടെ കൊടുത്തു? ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ് ആണെന്നുള്ളത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളെ കാണാമോ? കർണാടകയിലും തെലങ്കാനയിലും ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ തന്നെയാണല്ലോ. എന്താ GSTയോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം? നഷ്ടപരിഹാര തുക സ്റ്റേറ്റുകൾ കൊടുത്തോ? നമുക്ക് 12,000 കോടി കിട്ടണ്ടേ? തന്നോ? എന്തിനാണ് ഏറ്റവും അവസാനം 60,000 രൂപ നമ്മുടെ ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ 4 ലക്ഷത്തോളം ആൾക്കാർക്ക് നമ്മൾ വീട് കൊടുത്തു. ആ 4 ലക്ഷത്തിൽ കേവലം 60,000 രൂപ മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നത്. ആ 60,000 രൂപ തരണമെങ്കിൽ അവിടെ ബ്രാൻഡിങ് നടത്തണമെന്നാണ്. എന്ന് വെച്ചാൽ
ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പ്രത്യേക സ്റ്റിക്കർ ആ വീട്ടിൽ ഒട്ടിക്കണമെന്നാണ്. 3,40,000 കൊടുക്കുന്നവർ അവരൊന്നുമല്ല, 60,000 കൊടുക്കുന്നവരുടെ ബ്രാൻഡിങ് വേണം. അത് ലൈഫിൽ മാത്രമല്ല, അതിപ്പോൾ നടക്കുന്നത് എന്താണ്? NHM-ലായാൽ, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പദ്ധതികളിലായാൽ, അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ഫണ്ടുകളിലായാൽ, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പദ്ധതിയിലും കേന്ദ്രം നാമമാത്രമായ തുകയാണെങ്കിൽ പോലും അവരുടെ ബ്രാൻഡിങ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ സമീപനമല്ലേ നമുക്ക് കഴിഞ്ഞ വർഷക്കാലം എല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി ഇവിടെ ചർച്ച ചെയ്ത് ആർക്കറിയാൻ വയ്യാത്തത്? നമുക്ക് ആ റവന്യൂ കാര്യത്തിൽ കിട്ടേണ്ടത്, നമുക്ക് ഈ നഷ്ടപരിഹാര തുക, കടമെടുക്കുവാനുള്ള നമ്മുടെ പരിധി, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കാര്യം അതെല്ലാം പലതവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടുള്ളത്. അവസാനത്തെ നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ കേരളം 7,437 കോടി രൂപ കടമെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കേന്ദ്രത്തെ സമീപിച്ചത്. നമുക്ക് തന്നത് എത്രയാണ്? 1,838 കോടിയാണ്. നമ്മുടെ വെട്ടിക്കുറച്ചത് എത്രയാണ്? 5,600 കോടിയാണ്. UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വല്ല ധാരണയുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലും തിരിച്ചു വരില്ല ഞങ്ങൾ കേരളത്തിൽ ഭരണത്തിൽ എന്ന് ഞങ്ങളൊന്നും ധരിക്കുന്നില്ല കേട്ടോ. ജനാധിപത്യത്തിൽ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. നാളെ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും മറ്റന്നാൾ വേറെ ആരെങ്കിലും ഭരിച്ചാലും എന്നുള്ളതല്ല. ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടണ്ടേ? അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പരിണിതപ്രജ്ഞനായിട്ടുള്ള കപിൽ സിബൽ, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലല്ല, അദ്ദേഹത്തിൻ്റെ കേരളത്തിന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയിൽ തയ്യാറായി. എന്താ ഇപ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തെ ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കേന്ദ്രത്തിന് ലഭിക്കുന്ന വരുമാനവും കേന്ദ്രത്തിനുള്ള അവകാശവും എല്ലാം അതുപോലെ തുടരാൻ ഞങ്ങൾക്കൊരു തർക്കമില്ല. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണ്ടേ? സംസ്ഥാനങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കാതെ വരുമ്പോൾ തീർച്ചയായും അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേരളം എന്നൊരു പൊതു താല്പര്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കുവാനുള്ള ബാധ്യത ഇവിടെ പ്രതിപക്ഷത്തിനുണ്ട്. ആ ചുമതല നിറവേറ്റുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ഇവിടെ എങ്ങനെയും ട്രഷറി പൂട്ടണം, എങ്ങനെയും ക്ഷേമപ്രവർത്തനങ്ങൾ സ്തംഭിക്കണം, എങ്ങനെയും വികസനം തടയണം എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ അതിൻ്റെ പിന്നാലെ കോൺഗ്രസ് പോയിക്കൂടാ, അല്ലെങ്കിൽ UDF പോയിക്കൂടാ. കാരണം കേന്ദ്രം ഭരിക്കുന്ന നയത്തിനെതിരായി ഇന്ത്യയിലാകെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യോജിച്ച് ശബ്ദമുയർത്തുന്നവരാണ് നമ്മൾ. ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് വിഭിന്നമാണ് കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് എന്നുള്ളത് ഇതുവരെയുള്ള ഓരോ അനുഭവങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഈ കേന്ദ്ര ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഓരോ ദിവസവും പറഞ്ഞു. ഏറ്റവും അവസാനമാകുമ്പോൾ നമ്മുടെ വായ്പാ പരിധിയിലടക്കം എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉപനേതാവായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ആ കാര്യത്തിൽ യോജിച്ച് പ്രതികരിക്കുവാൻ തയ്യാറാണ് ഞങ്ങൾ, യോജിച്ച കേന്ദ്ര നയത്തിനെതിരായി നിലപാടെടുക്കാൻ തയ്യാറാണ് എന്ന ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞപ്പോൾ പറഞ്ഞു TN പ്രതാപൻ. ആ പ്രതാപൻ്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചതെന്താണ്? കോൺഗ്രസിൻ്റെ നയത്തിന് വിരുദ്ധമാണ്, അത് അവിടെ ഇവിടെ ആലോചിച്ചിട്ടുള്ളതല്ല, അതുകൊണ്ട് ചിലരെഴുതിയത് പ്രതാപൻ്റെ പേരിൽ നടപടി അടക്കമെടുക്കാൻ പോകുന്നു എന്നുള്ള നിലയിലാണ്. ഏറ്റവും അവസാനം കേരളത്തിലെ 18 MP-മാരിൽ 16 കോൺഗ്രസിൻ്റെ MP-മാരിൽ തൃശ്ശൂരിലുള്ള TN പ്രതാപന് അവിടെ ഒരു പ്രത്യേക സാഹചര്യം ചിലപ്പോൾ തൃശ്ശൂരുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം, കാരണം അവിടെ BJP നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞല്ലോ, അത്തരം ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശാസിക്കാനോ അല്ലെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനോ ആണ് കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള മറ്റു പല MP-മാരും ചില നേതാക്കന്മാരും തയ്യാറായതെന്നാണ് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇന്നലെ വരെയുള്ള ഒരു ചിത്രം കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കണം എന്നതോ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു വാക്ക് പറയണം, ഇനി ഒന്നിച്ചില്ലെങ്കിലോ ഒറ്റക്കാണെങ്കിൽ പോലും കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് പറയുവാനുള്ള ഒരു സാമാന്യ നീതി
നമ്മൾ പ്രതീക്ഷിക്കുകയല്ലേ? കാരണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് റാങ്കിന് തുല്യമാണല്ലോ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവും ഭരണത്തിൻ്റെ ഭാഗമല്ലെങ്കിലും അദ്ദേഹം പ്രതിപക്ഷത്തെ മുഴുവൻ നയിക്കുന്ന ക്യാബിനറ്റ് റാങ്ക് വാങ്ങുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായും അവർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു കേരളം നേരിട്ട പ്രശ്നം. എന്തായാലും ഇപ്പോൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ തയ്യാറായാൽ അത് സ്വാഗതാർഹമാണ്. അദ്ദേഹം കൂടെ പറഞ്ഞു KSRTC-കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ആര് പറഞ്ഞു? KSRTC-കാരുടെ ശമ്പളം 2 ഘട്ടമായിട്ടാണല്ലോ കൊടുക്കാൻ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ KSRTC-ക്ക് കൊടുത്ത തുക എത്രയാണ്? നിങ്ങൾ ആ കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. പെൻഷൻകാരടക്കം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലഘട്ടത്തിൽ അവരുടെ എത്ര പേരുടെ ബോഡിയുമായിട്ടാണ്, മൃതദേഹങ്ങളുമായിട്ടാണ് പ്രകടനം നടത്തേണ്ടി വന്നത്? ഇപ്പോൾ ഡിസംബർ വരെയുള്ള പെൻഷൻ അവർക്ക് കൊടുത്തല്ലോ. ഏത് മാർഗത്തിലാണെങ്കിലും കൺസോർഷ്യം മുഖേനയായാലും എങ്ങനെയായാലും KSRTC-യുടെ പെൻഷൻ കൊടുത്തല്ലോ. KSRTC ഇപ്പോഴും അതിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിമാസം ഏതാണ്ട് 230 കോടി രൂപ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നത്. ഈ കേരളത്തിൽ 2016 വില, ആ 2016 മുതൽ 2023 വരെ 13 കൂട്ടം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ഒരേ വിലയിൽ കൊടുക്കുവാൻ കേരളത്തിലെ സപ്ലൈകോ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിനുവേണ്ടി എത്രയാണ് കേരളത്തിലെ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിട്ടുള്ളത്? അങ്ങനെ സബ്സിഡി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരേണ്ട വരുമാനത്തിൽ കേന്ദ്രം കുറച്ചാൽ, നൽകേണ്ട അർഹതപ്പെട്ട് തരാതെ വന്നാൽ നമ്മൾ കൊടുക്കാനുള്ളവർക്ക് നമ്മൾ താമസം പറയും, ഒന്ന് അല്പം ക്ഷമിക്കാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് സഹിക്കാൻ പറയും, അല്ലെങ്കിൽ 10 ദിവസം സാവകാശം ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവർ സാധനം തരാതെ വരും. അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ സമയങ്ങളിലെല്ലാം പൊതുമാർക്കറ്റിൽ വില പിടിച്ചു നിർത്താൻ പരമാവധി ഇടപെട്ടുകൊണ്ട് തന്നെയല്ലേ കേരളത്തിൻ്റെ പൊതുവിതരണ സമ്പ്രദായം മുന്നോട്ട് പോകുന്നത്? ഇന്ത്യയിൽ എവിടെയാണ് അങ്ങനെ ഒരു പൊതുവിതരണ സമ്പ്രദായം? പരമാവധി 62 ലക്ഷം ആൾക്കാർക്ക് പെൻഷൻ.